ഹായ് ഗായ്സ്, ഫൈസ് ആൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പഴത്തിൻ്റെ ഒരു സ്നാക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള 3 പഴമാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര, തേങ്ങ, 2 കോഴിമുട്ട, 1 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഇതിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് പാലാണ്, മുഴുവൻ എടുത്തിട്ടില്ല. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി 2 കോഴിമുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ബാറ്റർ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിൽമൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, തേങ്ങ ആയതുകൊണ്ട് വേഗം അടി പിടിക്കും. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ബാറ്ററിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം ഗ്യാസിലോട്ട് വെക്കാം. ഇതൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നെയ്യൊക്കെ എല്ലായിടത്തും പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അടിയിൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വേവായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഷെയ്ഡിലാവാത്ത വിധത്തിൽ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബാറ്റർ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പുറത്തോട്ട് വരും. അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിസ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാറ്ററും കൂടെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ സെറ്റായി വന്നിക്കണേ. ഇനി നമുക്ക് ഇതൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് നട്ട്സും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട്. ഇതാ നട്ട്സും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുറം ഭാഗം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് കൊട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് കൊട്ടി കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് കൊട്ടി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിലോട്ട് വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകും, പഴം എഗ്ഗും ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ചെയ്യണം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മുറിഞ്ഞതൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീണതിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.